ഈ ജഡത്തിൻ്റെ പാപങ്ങൾ ചിലത് വളരെ ഗൗരവവും ചിലത് വളരെ നിസ്സാരവുമാണ്. ഇപ്പോൾ ഒന്ന് കോപിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒന്നൊരു ശാഠ്യം കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒന്ന് അസൂയപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മളിത് ഇവയെ തരംതിരിക്കാറുണ്ട്. പക്ഷേ ഈ എല്ലാ പാപങ്ങളും ജഡത്തിൽ നിന്ന് വരുന്ന, ജഡമെന്ന മരത്തിൽ കായ്ക്കുന്ന ഈ പഴങ്ങളാണ്. ഇതൊന്നും തന്നെ ഒന്നിൽ നിന്ന് നല്ല ഉയർന്ന കാഠിന്യമായ പാപങ്ങളായി വരുന്നില്ല, എല്ലാം മോശമാണ്. അപ്പോൾ ഈ ബോധ്യം, അപ്പോൾ ഇവിടെ ന്യായമായിട്ടുള്ളൊരു ചോദ്യം വരും, ഈ പാപങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം ഇത് മദ്യപാനം, ഇത് പാടില്ല എന്നറിയാം. പക്ഷേ മറ്റുള്ള ഈ കൊച്ചു പക, വൈരാഗ്യം, വിദ്വേഷം ഇതൊക്കെ ഹൃദയത്തിൽ വന്നാൽ ഇത് ജഡത്തിൻ്റെ പാപങ്ങളാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമുക്കത് മാനുഷികമായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല, പ്രകടമായി തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ കൊച്ചു കൊച്ചു പാപങ്ങൾ എന്ന് ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുള്ള ആ കാര്യത്തെ ശരിക്കും ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഗൗരവമായിട്ടുള്ളത് തന്നെയാണെന്ന് ഇന്ന് നമുക്ക് എങ്ങനെ ബോധം കിട്ടും? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ ഇവിടെ അവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് 3 കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണത്? നമുക്കറിയാം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ പരിശുദ്ധാത്മാവ് ദൈവം ദാനമായി നൽകുന്നു. നാം രക്ഷിക്കപ്പെട്ടു അഥവാ വീണ്ടും ജനിച്ചു. അതിന് തെളിവാണ് നമുക്കുള്ള പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന് മാത്രമേ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് തരാൻ പറ്റൂ. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെയായിട്ട് നമ്മുടെ ഹൃദയത്തോട് മന്ത്രിക്കും, ഇപ്പോൾ നീ കോപിക്കരുത്, ശാഠ്യം കാണിക്കരുത്, ഇന്ന കാര്യത്തിൽ ഇടപെടരുത്. അല്ലാതെ നമ്മുടെ മാനുഷികമായ രീതിയിൽ എത്ര ചിന്തിച്ചാലും നമ്മൾ ചില കാര്യങ്ങൾ അത് നാം ന്യായീകരിക്കും, ഇത് വലിയ പാപവും അല്ല. നമുക്ക് തന്നെ പാപത്തെക്കുറിച്ച്, ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് തന്നെ തരംതിരിച്ച് അതിനുള്ള വിവേചനശേഷി ഇല്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തരുന്നത്. ലോകത്തിലെ പല മനുഷ്യരും പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ട് വലിയ വലിയ പാപങ്ങളൊക്കെ ചെയ്തിട്ടും ഇത് പാപങ്ങളാണെന്ന് പോലും അവർക്കൊരു ബോധ്യം ഇല്ല. എന്നാൽ ദൈവപൈതലിനെ സംബന്ധിച്ച് അതല്ല. ഒരു കൊച്ചു കാര്യത്തിൽ അവൻ വഴുതി പോകാൻ ചാൻസ് ഉണ്ട് എന്ന് കാണുമ്പോൾ ഉടനെ തന്നെ പരിശുദ്ധാത്മാവിന് അവന് ബോധം വരുത്തുകയാണ്. പാപത്തെക്കുറിച്ച് നീ അത് ചെയ്യരുത്, ഇത് പാപമാണ്. തന്നെയല്ല, നീതിയെക്കുറിച്ച് ഈ അനീതിയുടെ വഴി നീ മാറ്റണം. ഇനി മാത്രമല്ല, വരാനിരിക്കുന്ന ന്യായവിധി. ബൈബിളിൽ പറയുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാകട്ടെ ചീത്തയാകട്ടെ അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കുവാൻ നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇന്ന് എന്തുകൊണ്ടാണ് പലരും മദ്യപിക്കുന്നത്, വേണ്ടാത്ത പല കാര്യത്തിനും പോകുന്നത്? ലോകത്തിൻ്റെ മക്കൾ. അവർക്കറിയില്ല ഇങ്ങനെ മദ്യപിക്കുകയും വേണ്ടാത്ത രീതിയിൽ ജീവിക്കുകയും ചെയ്താൽ ഒരു ന്യായവിധി വരുന്നുണ്ട്, ഇതിനൊരു നിത്യമായ നരകശിക്ഷാവിധി എനിക്ക് വെച്ചിട്ടുണ്ട്, അവർക്കറിയില്ല. അങ്ങനെ ഒരു അറിവ്, ആ ബോധം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ഈ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗസുഖങ്ങളിൽ പോകുകയില്ല. എന്നാൽ ദൈവമക്കളായി നമുക്കറിയാം, ഞാൻ ഈ ജഡത്തിൻ്റെ പാപങ്ങൾ ചെയ്താൽ എനിക്കൊരു ന്യായവിധിയുണ്ട്. അപ്പോൾ ദൈവഭയമില്ലാത്തത് കൊണ്ടാണ് ലോകത്തിൽ അക്രമങ്ങളും വ്യഭിചാരങ്ങളും വേണ്ടാത്ത പല തിന്മകളും വർദ്ധിക്കുന്നത്. കാരണം ഇത് ചെയ്താൽ എന്നെ കാത്തിരിക്കുന്നത് ഈ ഘോരമായ ശിക്ഷാവിധിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കില്ല. എന്നാൽ ദൈവമക്കളായി നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടല്ല നാം പാപത്തെയും അനീതിയെയും ഒന്നും വേർതിരിക്കുന്നത്. പിന്നെയോ പരിശുദ്ധാത്മാവ് തരുന്ന വിവേചന ശക്തിയിൽ ആശ്രയിച്ചിട്ടാണ്. ഇത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് തരുന്ന വിവേചന ശക്തിയിൽ ആശ്രയിച്ചിട്ടാണ്. ഇത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, ഇത് പാപമാണ്, ഇത് അനീതിയാണ്, ഇങ്ങനെ ഞാൻ പോയാൽ എന്നെ കാത്തിരിക്കുന്നത് ഘോരമായ ന്യായവിധിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് പരിശുദ്ധാത്മാവ് തരും. ഇനി അടുത്തതായിട്ട് നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ നിന്നാണ് വായിക്കുന്നത്. അവിടെ അതിപ്രധാനമായൊരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ മാനുഷികമായ വിലക്കുകൾക്കൊന്നും നമ്മളെ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിമോചനം തരുവാൻ അത് പര്യാപ്തമല്ല. നമുക്കത് കേൾക്കാം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള തിരുവചനം. മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരരുത് എന്നുള്ള ചട്ടങ്ങളെ കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചുപോകുന്നത് എത്രേ? അതൊക്കെയും സ്വച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. അതായത് ഇന്ന് ലോകത്തിലെ മനുഷ്യൻ തൊടരുത്, പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ധാരാളം വിലക്കുകൾ വയ്ക്കുന്നുണ്ട്. പക്ഷെ എന്തെല്ലാം വിലക്കുകൾ വെച്ചാലും ജഡാഭിലാഷത്തെ അടക്കുവാൻ സാധിക്കുകയില്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ഒറ്റ
ഒരൊറ്റ പ്രതിവിധിയുള്ളൂ. അതെന്താണ്? ആത്മാവിനനുസരിച്ചാൽ, ആത്മാവിനാലാണ് എന്ത് ചെയ്യേണ്ടത്? ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കേണ്ടത്. ഇപ്പം ലോകത്തിലെ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവില്ല, എങ്കിലും അവർക്കറിയാം ഈ ജഡത്തിൻ്റെ പല പ്രവൃത്തികളൊന്നും നല്ലതല്ല. അമിതമായി മദ്യപിച്ചാൽ, അതുപോലെ തന്നെ വേണ്ടാത്ത പല കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ രോഗങ്ങൾ വരും, നശിക്കുമെന്നൊക്കെ അറിയാം. ഇനി ചില മതങ്ങളും ഇതുപോലെ തന്നെ കർക്കശമായ ചില ചട്ടങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭയിൽ തന്നെ നോമ്പ് കാലത്ത് ഇറച്ചി കഴിക്കാൻ പാടില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ ശക്തമായൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം, ഇറച്ചി കഴിക്കണം. പക്ഷേ സഭ എന്താ പറയുന്നത്? അത് കഴിക്കാൻ പാടില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇരിക്കേ, ബാഹ്യമായി ഉണ്ടാക്കുന്ന ഈ വിലക്കുകൾ കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ ലോകത്തിലെ മനുഷ്യൻ ഇന്ന് ചെയ്യുന്നത് തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, ഇങ്ങനെ മാനുഷികമായിട്ടുള്ള നിയമങ്ങൾ വെക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ ജഡത്തിൻ്റെ അഭിലാഷത്തെ ഇല്ലാതാക്കുവാൻ. ജഡത്തിൻ്റെ അഭിലാഷം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള മാനുഷികമായ വിലക്കുകൾക്കൊന്നും ജഡാഭിലാഷത്തെ അടക്കുവാനുള്ള കഴിവില്ല. ഇപ്പോൾ ഗൾഫിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ മോഷണം ചെയ്താൽ കർക്കശമായ ശിക്ഷ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവിടെ മോഷണം നടക്കാറുണ്ട്. ഇനി അഥവാ മോഷണം നടക്കുന്നില്ല എങ്കിലും അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം, മോഷ്ടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും, ഞാൻ മോഷ്ടിക്കുകയാണെങ്കിൽ എനിക്ക് വരാൻ പോകുന്ന കടുത്ത ശിക്ഷാവിധിയെയും ഒക്കെ ഭയന്നിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്? മോഷ്ടിക്കാതിരിക്കുന്നത്. എന്നാൽ ഇതുപോലെയല്ല ക്രിസ്തീയ ജീവിതം. നമ്മുടെ ആ ജഡത്തിൻ്റെ ആഗ്രഹം തന്നെ മരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഈ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ മാത്രമാണ് നമുക്ക് ജഡാഭിലാഷത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു. നാം ഇനി പാപസംബന്ധമായി മരിച്ചവരാണ്. അതായത് ഒരു വിശ്വാസി ഇപ്രകാരം വിശ്വസിക്കണം: കർത്താവായ യേശുക്രിസ്തു കാലിൽ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മാത്രമല്ല. തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മരിച്ചപ്പോഴാണ് നമുക്ക് പാപക്ഷമ കിട്ടിയത്. എന്നാൽ അതുമാത്രമല്ല, എൻ്റെ ശരീരത്തെയും കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തറച്ചു എന്നുള്ളതും കൊണ്ട് നമ്മൾ അറിയണം. എന്ന് വെച്ചാൽ ഇനി ഞാൻ ജഡപ്രകാരം എൻ്റെ ശരീരത്തിൻ്റെ മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടവനല്ല. ആ 6:6 ഒന്നുകൂടി വായിക്കാം, അതിനുശേഷം അടുത്തത് വായിക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണത്. നമ്മൾ ഇപ്രകാരമാണ് കരുതേണ്ടത്: എൻ്റെ പഴയ സ്വഭാവം, പാപസംബന്ധമായി എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഈ ജഡമുണ്ടല്ലോ, ഈ ശരീരമുണ്ടല്ലോ, അത് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ കിടക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എൻ്റെ പാപശരീരത്തെയും തന്നോടൊപ്പം ക്രൂശിച്ചു. ഓക്കെ. റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എപ്പോഴും ഈ ചിന്ത ഉണ്ടായിരിക്കണം: എൻ്റെ പഴയ മനുഷ്യൻ. പണ്ട് ക്രോധം ഉണ്ടായിരുന്നു, വാശി ഉണ്ടായിരുന്നു, വൈരാഗ്യം ഉണ്ടായിരുന്നു, ഒക്കെ പഴയ മനുഷ്യന്. എന്നാൽ ഞാൻ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ ഇതാ പാപസംബന്ധമായി മരിച്ചു. അതുകൊണ്ട് ഇനിയും ഞാൻ പഴയതിലേക്ക് പോകില്ല, കാരണം പാപസംബന്ധമായി ഞാൻ മരിച്ചു. ഇപ്പോൾ എനിക്കൊരു ജഡപ്രകാരം ഒരു ശരീരമുണ്ട്, പക്ഷേ ഞാൻ ജഡപ്രകാരം പോരാടുന്നില്ല. വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പോൾ പൗലോസിനും നമ്മളെ പോലെ തന്നെ ഒരു ശരീരം ഉണ്ടായിരുന്നു. തനിക്കും വേണമെങ്കിൽ കോപിക്കാം, മറ്റുള്ളവനെ വേണമെങ്കിൽ അടിക്കാം, കൈയുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് പറയുന്നത് ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നുവെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ജഡപ്രകാരം പോരാട്ടം നടത്തരുത്. നമുക്കും മറ്റുള്ളവരെ പോലെ നാവുണ്ട്, ശബ്ദമുയർത്തി സംസാരിക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് പലതും ചെയ്യാം. എന്നാൽ ഒരിക്കലും ഒരു വിശ്വാസി ജഡത്തിൻ്റെ ആയുധങ്ങളിൽ ആശ്രയം വയ്ക്കരുത്. പിന്നെയോ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ മാനുഷികമല്ല. ഒരു ദൈവ പൈതൽ ആശ്രയിക്കുന്നത് അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെയോ നാവിൻ്റെ മിടുക്കലോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലും ജഡപ്രകാരം പോരാടരുത്. വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 4-ാം വാക്യം.
ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഒന്നുകൂടി വായിക്കാതെ വാക്യം. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ജഡത്തെയല്ല ന്യായപ്രമാണത്തെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത ഈ ദൈവം കൊടുത്തിരിക്കുന്ന ഈ ന്യായപ്രമാണം അനുസരിക്കുവാൻ അവരുടെ ശാരീരിക കഴിവാണ് ഉപയോഗിച്ചത്. അവർക്കത് പറ്റിയില്ല. അതുകൊണ്ട് ന്യായപ്രമാണം അവരിൽ നിന്ന് ആവശ്യപ്പെട്ട ആ നീതി സൽപ്രവൃത്തി തികയ്ക്കാൻ പറ്റിയില്ല. അവരുടെ ജഡസംബന്ധമായ അവരുടെ ബലഹീനത നിമിത്തം അവർക്ക് ദൈവത്തിൻ്റെ വിശുദ്ധമായ കൽപ്പനകൾ അനുസരിക്കാൻ സാധിച്ചില്ല. എന്നതിലൂടെ പറയുന്നത് ജഡസംബന്ധമായ എന്താ വായിച്ചത്? ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതാ. ഇപ്പോൾ നാം ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്, പിന്നെയോ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ അനുസരിക്കുന്നത്. എല്ലാ തവണയും നമുക്കൊരു ജഡമുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്. ഏത് വിഷയത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ജഡത്തിൻ്റെ താല്പര്യങ്ങൾ അനുസരിക്കാതെ ഈ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മിൽ നിറവേറ്റപ്പെടും. എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ നിയമമാണ് നാം പാലിക്കുന്നത്. ഈ പുതിയ നിയമത്തിൽ ധാരാളം വചനങ്ങളുണ്ട്. പഴയ നിയമത്തിലും ധാരാളം വചനങ്ങളുണ്ടായിരുന്നു. പക്ഷേ പഴയ നിയമത്തിലെ വചനങ്ങൾ പാലിച്ച് ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ നീതി തികയ്ക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ ദൈവം ഇപ്പോൾ ചെയ്തത്, പുതിയ നിയമവിശ്വാസികളായ നമ്മിൽ ദൈവം ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. ഈ പരിശുദ്ധാത്മാവിനെ നാം നിരന്തരമായി അനുസരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആ 100% മാർക്ക് നമുക്ക് കിട്ടും. ദൈവത്തിൻ്റെ വചനം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആ പൂർണ്ണ വിശുദ്ധി, 100% വിശുദ്ധി നമുക്ക് കിട്ടും. ഇസ്രായേൽ മക്കൾക്ക് അത് കിട്ടിയില്ല. എന്നാൽ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകും. ഒന്നുകൂടി പറയാം. ഈ പലരും ഇങ്ങനെ ചിന്തിക്കുക, എങ്ങനെ വചനം പാലിക്കാനായിട്ട് സാധിക്കും? ഇതിൽ ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുകയാണെന്ന് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ശിക്ഷാവിധിക്ക് അർഹനാണെന്നും മാത്രമല്ല സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വചനം പാലിച്ച് 100% മാർക്ക് എങ്ങനെ കിട്ടും? ജഡപ്രകാരം കിട്ടുകയില്ല. എന്നാൽ ആത്മാവിനെ നമ്മൾ നിരന്തരമായിട്ട് അനുസരിക്കുകയാണെങ്കിൽ ഈ വചനം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആ പരിപൂർണരായി തീരുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തുവിൻ്റെ തലയോളം വളരാൻ നമുക്ക് സാധിക്കും. അല്ല, എനിക്കിതൊക്കെ എങ്ങനെ പറ്റില്ല എന്ന് വിചാരിച്ച് ജഡത്തിലേക്ക് തിരിയരുത്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. റോമക്കാർ 6:11 നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണ് എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നു എന്നും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണ്, ഇനി ക്രിസ്തു യേശുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്ന് നിങ്ങളെ തന്നെ മനസ്സിലാക്കുക, അതായത് എണ്ണുക എന്നാണ്. അപ്പോൾ ഒരു വിശ്വാസിക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്, എൻ്റെ ജഡം എപ്പോഴും എന്നെ വേണ്ടാത്ത കാര്യത്തിലേക്കാണ് നിർബന്ധിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ താല്പര്യങ്ങളോട് ഒരിക്കലും യെസ് പറയുകയില്ല, മറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന പ്രേരണയ്ക്ക് അനുസരിച്ച് ഞാൻ ജീവിക്കും. ഓക്കെ, അടുത്ത വാക്യം വായിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:13 നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങൾ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവേൻ. നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. പണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ അഥവാ ജഡത്തെ അനീതിയുടെ ആയുധങ്ങളായാണ് നമ്മൾ ഉപയോഗിച്ചത്. വേണ്ടാത്തത് കണ്ടും വേണ്ടാത്തത് നോക്കിയും വേണ്ടാത്തത് രുചിച്ചും വേണ്ടാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ശരീരത്തെ നമ്മൾ ഉപയോഗിച്ചു, അശുദ്ധിക്ക് വേണ്ടി സമർപ്പിച്ചു. എന്നാൽ ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. അപ്പം നമ്മൾ ദൈവത്തിന് ഒരു കാര്യം സമർപ്പിക്കുകയാണെങ്കിൽ പിന്നെ അത് ഒരിക്കലും നമ്മുടെ സ്വന്തം ഉപയോഗത്തിനല്ല. എൻ്റെ കൈ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചുവെങ്കിൽ ഈ കൈ
കൊണ്ട് എനിക്ക് വേറെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. എൻ്റെ കണ്ണ് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാത്തൊരു കാര്യത്തിലേക്ക് എനിക്ക് നോക്കുവാൻ സാധിക്കുകയില്ല. എൻ്റെ നാവ് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട്, അതൊരു നീതിയുടെ അവയവമായി ഞാൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാത്തൊരു കാര്യം എനിക്ക് സംസാരിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ആർക്ക് സമർപ്പിക്കണം? ദൈവത്തിന് സമർപ്പിക്കണം. ഈ ഒരു ബോധ്യം പലപ്പോഴുമില്ല. എൻ്റെ എല്ലാ അവയവങ്ങളും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട അവയവങ്ങളാണ്, ഇത് ഇനി എൻ്റെ സ്വന്തം ഉപയോഗത്തിനല്ല എന്നുള്ളൊരു ധാരണ പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും വീണ്ടും ജഡത്തിൻ്റെ പല പാപങ്ങളിലേക്കും പോകുന്നത്. ബൈബിളിൽ ചില ഭാഗത്ത് ജഡം എന്ന് പറഞ്ഞാൽ കേവലം ശരീരത്തെ മാത്രം സംബന്ധിക്കുന്നതല്ല, ജഡജ്ഞാനെന്നും ജഡമനസ്സും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ലോകത്തിൽ ഈ രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ, അവർക്കൊരു ശരീരം ഉണ്ടല്ലോ, ആ ശരീരം കൊണ്ടും ചിലപ്പോൾ അവർ തിന്മ മാത്രമല്ല നന്മയും ചെയ്യാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവില്ലാത്ത ലോകത്തിലെ മനുഷ്യർ, അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ അവർ സാധുസേവനം നടത്തുന്നു. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും വളരെ സ്നേഹിച്ചും സഹകരിച്ചും ക്ഷമിച്ചും വഴക്കുകൂടാതെയൊക്കെ ജീവിക്കുന്നുണ്ട്. ദൈവാത്മാവിൻ്റെ സഹായത്താലല്ല അവർ അത് ചെയ്യുന്നത്. പിന്നെ അവരുടെ ശാരീരികമായ ആ പ്രത്യേക സ്വഭാവം അനുസരിച്ച് അവരുടെ സ്വയത്തിൻ്റെ മാത്രം കഴിവ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ശരീരത്തിനും ഒരു രീതിയിൽ നന്മയും ചെയ്യാം, തിന്മയും ചെയ്യാം, അല്ലേ? പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികൾ ചിലപ്പോൾ അനാഥശാല അവർക്കും നടത്താനായിട്ട് സാധിച്ചു എന്ന് വരാം, സൽക്കർമ്മങ്ങൾ ചെയ്യാമെന്ന് വരാം. എന്നാൽ ഇവിടെ ശരീരത്തിൻ്റെ നന്മയും ശരീരത്തിൻ്റെ തിന്മയും, അഥവാ ജഡത്തിൻ്റെ നന്മയും ജഡത്തിൻ്റെ തിന്മയും, ഇവിടെ നന്മ എന്ന് പറയുമ്പോൾ, ജഡത്തിൻ്റെ നന്മ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള നന്മയല്ല. ഒന്നുകൂടി വിശദാക്കാം. നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നു. തുടർന്ന് നാം പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യങ്ങളല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജീവിക്കേണ്ടത്. ലോകത്തിലെ മനുഷ്യർ അവരുടെ ജഡത്തിൻ്റെ താല്പര്യം അനുസരിച്ചും അവരുടെ സ്വയത്തിൻ്റെ ബോധ്യം അനുസരിച്ചും ചിലപ്പോൾ നല്ലതോ ചീത്തയോ ചെയ്തു വരും. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ താല്പര്യം അനുസരിച്ച് നന്മയോ തിന്മയോ ചെയ്യുന്നുള്ളതല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് എന്താണോ പ്രേരണ തരുന്നത് അത് മാത്രം ചെയ്യുക. കാരണം യഥാർത്ഥ നന്മയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമ്മൾ ജഡത്തിൻ്റെ ചില നല്ല കാര്യങ്ങളിൽ ആശ്രയിക്കുകയാണെങ്കിൽ ജഡത്തിൻ്റെ തിന്മയും നമ്മിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജഡത്തിൽ നിന്ന് വരുന്ന ഒന്നും സ്വീകരിക്കാതെ അതിനെ പാടെ നിഷേധിച്ച് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന നന്മ മാത്രം സ്വീകരിക്കുക. അതാണ് ആത്മാവിനനുസരിച്ച് നടക്കുക. ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കാം. നമുക്ക് തോന്നുകയാണ്, സാധുവായൊരു മനുഷ്യനെ കണ്ടു, അയാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. നമ്മളത് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെയാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത കിട്ടിയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ആ പൈസ കൊടുത്താൽ അയാൾ ചിലപ്പോൾ മദ്യപിക്കാനായിരിക്കും പോയിണ്ടായിരിക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള യുക്തിയിൽ നല്ലൊരു കാര്യമാണ് ചെയ്തത്, അല്ലേ? പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്നൊരു അബദ്ധമാണിത്. എന്നാൽ നമ്മൾ മാനസികമായി നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തു, പക്ഷേ ദൈവത്തിന് മുമ്പാകെ അത് നല്ല കാര്യമാണോ? കാരണം അവന് വേണ്ടാത്തൊരു കാര്യത്തിനാണ് പോയത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം മാത്രം നമ്മൾ ചെവിക്കൊണ്ട് അതനുസരിച്ചാൽ മാത്രമേ ദൈവിക നന്മ നമ്മിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. നമുക്ക് വായിക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകേണ്ടത്. ഓക്കെ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ചാൽ മരിക്കും നിശ്ചയം. അതിന് പിന്നെ യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് മരിപ്പിക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ജഡത്തിൻ്റെ ഏതെങ്കിലും 1-2 പ്രവൃത്തികൾ മാറ്റി ബാക്കിയുള്ളതിനെ അവശേഷിപ്പിക്കുക എന്നുള്ളതല്ല, ജഡത്തെ തന്നെ മരിപ്പിക്കുക. അതിനെ മരിപ്പിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത്. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. കൊരിന്ത്യർ 1:12. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിൽ അല്ല, ദൈവകൃപയിലത്രേ. ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യം, ജഡജ്ഞാനം. എന്താണ് ഈ ജഡജ്ഞാനം?
അപ്പോൾ ഈ ലോകത്തിലെ മനുഷ്യർക്കും ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്. അവരുടെ ഈ മാനുഷിക ജ്ഞാനത്തിൽ അഥവാ സ്വയത്തിൻ്റെ ജ്ഞാനത്തിൽ അവർ മതങ്ങൾ പഠിക്കാറുണ്ട്, അവർ വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അവർ പഠിക്കാറുണ്ട്, പല കണ്ടുപിടുത്തങ്ങൾ നടത്താറുണ്ട്, അവർക്കൊരു ജ്ഞാനമുണ്ട്. അത് ഇപ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് ജ്ഞാനമുണ്ടല്ലോ. പക്ഷേ ഇവിടെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജഡത്തിൻ്റെ ജ്ഞാനം എന്ന് വെച്ചാൽ സ്വന്തം ബുദ്ധിയിലല്ല അവർ ഊന്നേണ്ടത്. ഇന്ന് പൗലോസ് പറയും, ഞങ്ങൾ ജഡജ്ഞാനത്തിലൊന്നല്ല നിങ്ങളോട് സംസാരിച്ചത്. ഇന്ന് ഈ ജഡത്തിൻ്റെ ജ്ഞാനം ഉപയോഗിച്ചും വചനം പഠിക്കുകയും വചനം പ്രസംഗിക്കുകയും ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ ഒരു കുട്ടി കെമിസ്ട്രി പഠിക്കുന്നു, ഒരു കുട്ടി മാത്തമാറ്റിക്സ് പഠിക്കുന്നു, നന്നായി പഠിക്കുന്നു, നല്ല മാർക്കും കിട്ടുന്നു. പക്ഷേ ആ കുട്ടി രക്ഷിക്കപ്പെട്ടതായിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു അക്രൈസ്തവ വിഭാഗത്തിലുള്ള കുട്ടിയായിരിക്കും. പക്ഷേ ഈ കെമിസ്ട്രിയും ബയോളജിയും മറ്റ് വിഷയങ്ങളൊക്കെ പഠിക്കുവാൻ നല്ല മിടുക്ക് കാണിച്ചു, നല്ല മാർക്കും കിട്ടി. ഇതേപോലെ തന്നെ ലോകത്തിലെ പല മനുഷ്യരും വചനം പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പക്ഷേ അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലല്ല, അവരുടെ ജഡജ്ഞാനത്താലാണ്. അപ്പോൾ പല അക്രൈസ്തവരായ നേതാക്കളും മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളൊക്കെ ബൈബിൾ പലതവണ വായിച്ചിട്ടുണ്ട്, പക്ഷേ അവരാരും രക്ഷിക്കപ്പെടുകയോ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരികയോ ചെയ്തില്ല. പിന്നെയോ അവർക്ക് വചനത്തിൻ്റെ അവർക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അവർ അംഗീകരിച്ചു. കാരണം അവർ ജഡജ്ഞാനത്താലാണ് അതായത് ഒരു കെമിസ്ട്രി പഠിക്കുന്നത് പോലെ, ഒരു ബയോളജി പുസ്തകം വായിക്കുന്നത് പോലെ അവർ അത് വായിച്ചു. അല്ലാതെ ഇത് ജീവൻ്റെ വചനങ്ങളാണ്, എന്നെ ആത്മരക്ഷയിലേക്ക് നയിക്കുന്ന ഏക സത്യവചനങ്ങളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുകളിലൂടെ അവരെന്ത് ചെയ്തില്ല, വചനം പഠിച്ചില്ല. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നല്ല ഓർമ്മ ബുദ്ധിയുള്ള നല്ല കാര്യമാണ്. പക്ഷേ ഈ ഓർമ്മ ബുദ്ധിയിൽ ഈ ഓർമ്മയിൽ നമ്മൾ കുറേ വചനങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതും ജഡജ്ഞാന പ്രകാരം ആകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുവൻ വചനമെല്ലാം പഠിച്ചു, എന്നിട്ട് അവൻ പ്രസംഗിക്കുന്നു എന്തിനു വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ കേമനാണ്, ഒരു വലിയൊരു അറിവുള്ളവനാണ്, വചനത്തെക്കുറിച്ച് എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്, അങ്ങനെ മറ്റുള്ളവരിൽ ഒരു പ്രത്യേക താല്പര്യം ജനിപ്പിക്കുവാൻ വേണ്ടിയുള്ളൊരു പ്രസംഗം. അതൊക്കെ ജഡജ്ഞാനം. അപ്പോൾ പൗലോസ് പറയാണ്, ഞങ്ങൾ ജഡജ്ഞാനത്തിൽ ആശ്രയിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം മനുഷ്യരെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതല്ല, ദൈവത്തിന് കൊള്ളാകുന്നവനായി തീരുക എന്നുള്ളതാണ്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യസ് 1:17-18 തിരുവചനം. ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചുവോ? അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഉവ് ഉവ് ഇല്ല ഇല്ല എന്ന് ആകാൻ തക്കവണ്ണം എൻ്റെ നിരൂപണം ജഡിക രൂപണമോ? നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. ഇപ്പോൾ ഇവിടെ പറയുന്നത് ജഡിക നിരൂപണം. ഇപ്പോൾ ഇവിടെ ജഡിക നിരൂപണം ഉദ്ദേശിക്കുന്നത്, നമ്മളൊക്കെ ചിലപ്പോൾ ഇന്ന കാര്യം ചെയ്യാമെന്ന് പറയും, ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറയും, പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ അങ്ങോട്ടും എനിക്ക് പോകാൻ പറ്റില്ല, കാരണം സാഹചര്യങ്ങൾ അനുകൂലമല്ല. പക്ഷെ നമ്മൾ ദൈവാത്മാവിൽ നിന്നാണ് ആ ഒരു പ്രത്യേക കാര്യം നമ്മുടെ മനസ്സിൽ ഉദിച്ചതും അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കേവലം ജഡീക നിരൂപണത്തിലായിരുന്നു. നമുക്ക് തോന്നി അത് നല്ല കാര്യമാണ്, അവിടെ പോകണം, ആ കാര്യം ചെയ്യണം, പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. നമ്മൾ അവിടെ വാക്ക് കൊടുത്തു, പക്ഷെ നമുക്ക് എത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു കാര്യത്തിന് നമ്മൾ യെസ് എന്ന് പറയുമ്പോൾ, ഞാനത് ചെയ്യാം, ഞാനത് വരാമെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് ദൈവാത്മാവിൻ്റെ ഹിതപ്രകാരമാണോ? പലപ്പോഴും എൻ്റെ ജീവിതത്തിലൊക്കെ വീഴ്ച വന്നിട്ടുണ്ട്. ഇന്ന നല്ല കാര്യത്തിന് തന്നെ അങ്ങോട്ട് ചെല്ലാമെന്ന് പറയും, പക്ഷേ ചിലപ്പോൾ അത് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞു, പിന്നെ അങ്ങ് ചെന്നില്ല, അത് ഒരു ലംഘനമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും പിന്നെ ഇല്ല ഇല്ല എന്നും അല്ല. നമ്മൾ ജഡീക നിരൂപണത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരാശയം, യെസ് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ആണ് എങ്കിൽ തീർച്ചയായും ചെയ്യാൻ പറ്റും. ഇന്നലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇതിനോട് തുല്യമായൊരു കാര്യമുണ്ടായി. മാനുഷികമായി ഒരു സ്ഥലത്തേക്ക് പോയി ദൈവത്തിൻ്റെ വചനം പറയുവാൻ ഞാൻ ഒട്ടും താല്പര്യമുള്ളവനായിരുന്നില്ല. അങ്ങനെയായിരുന്നു ചില സാഹചര്യങ്ങളും ശരീരസ്ഥിതിയും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് ഇടപെട്ടു, നീ ആ കാര്യം ചെയ്യണം, വചനം പറയണം എന്നുള്ളത്. അപ്പോൾ അവിടെ പോയി എല്ലാ സാഹചര്യങ്ങളും ദൈവം അനുകൂലമാക്കി. അപ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് എങ്കിൽ നമുക്ക് തടസ്സം കൂടാതെ അത് ചെയ്യാൻ പറ്റുന്നു. ഇതിൻ്റെ അർത്ഥം നമുക്ക് വേറെ ബുദ്ധിമുട്ടോ ക്ലേശങ്ങളോ ഇല്ല എന്നല്ല. ദൈവമാണ് നമുക്ക് ആ കാര്യത്തിൽ ദൈവീകമായ ഒരു ആലോചനയാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും ദൈവം ഒരുക്കുക തന്നെ ചെയ്യും. അടുത്ത വാക്യം കേൾക്കാം. കൊലോസ്യർ 2:18. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സന്ദർഭങ്ങളിൽ പ്രവേശിക്കുകയും
സന്ദർശനങ്ങളിൽ പ്രവേശിക്കുകയും സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ തെറ്റിക്കരുത്. അപ്പോൾ ഇവിടെ ജഡമനസ്സ് എന്നുള്ളൊരു പ്രയോഗം കാണുന്നു. അപ്പോൾ ഈ ബൈബിളിൽ ജഡം എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം തൊട്ട് കാണിക്കാവുന്ന ശരീരാവയവങ്ങൾ മാത്രമല്ല, അതിന് ജഡത്തിൻ്റെ ഒരു രാഗമുണ്ട്, ഒരു മോഹമുണ്ട്, ഒരു മനസ്സുണ്ട്. അങ്ങനെ നാം കേൾക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ പറയുന്നത്, അല്ല സ്വന്തം ജഡത്തിൻ്റെ യുക്തി അനുസരിച്ചാണോ പറയുന്നത്, നമ്മൾ വിവേചിക്കണം. അതിന് നമ്മൾ ആത്മീയരായിരിക്കണം. അല്ല എങ്കിൽ എന്തും നമ്മൾ യെസ് 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 എന്ന് പറയുന്നു, നമുക്ക് ആത്മീയരാകുവാനും സാധിക്കുകയില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ചോദിക്കുന്നത് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടാണോ സമാപിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഗലാത്യ സഭയിലെ വിശ്വാസികൾക്ക് സുവിശേഷ പ്രസംഗം നിമിത്തം പരിശുദ്ധാത്മാവിന് ലഭിച്ചു. അവരിൽ പണ്ട് പലരും ന്യായപ്രമാണം യഹൂദ മതത്തിലെ പഴയ നിയമങ്ങളൊക്കെ ആചരിച്ചവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിന് കിട്ടിയില്ല. എന്നാൽ സുവിശേഷത്തിൻ്റെ പ്രസംഗം നിമിത്തം അവർക്ക് ഈ പരിശുദ്ധാത്മാവിന് കിട്ടി. എന്നാൽ ഇവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിലും തുടർന്ന് ചിലരൊക്കെ അവരുടെ ഇടയിൽ കടന്നു വന്ന് പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് പോകണം, നിങ്ങൾ പരിച്ഛേദന ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പലരും ആ തെറ്റായ ഉപദേശം കേട്ട് അങ്ങനെ വഞ്ചിക്കപ്പെടാനിടയായി തീർന്നു. അപ്പോൾ പൗലോസ് പറയാണ്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡത്തിലാണോ സമാപിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നിർദ്ദേശം തരുന്നു. ആത്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇന്നൊരു കാര്യം നീ ആരംഭിക്കുക, ഇന്നൊരു കാര്യം ചെയ്യുക, ഇന്നൊരു കാര്യത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് നമ്മുടെ മാനുഷിക യുക്തിയിലായിരിക്കില്ല. അതിൻ്റെ ആരംഭം പരിശുദ്ധാത്മാവിൽ നിന്നായിരിക്കും. എന്നാൽ വീണ്ടും നാം വളരെ സൂക്ഷ്മതയുള്ളവരല്ല എങ്കിൽ ഈ ജഡത്തിൻ്റെ താല്പര്യങ്ങൾ വരികയും ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കാനും സാധിക്കും. ഇന്ന് പലരും ആത്മാവ് കൊണ്ട് തുടങ്ങുന്നു, പരിശുദ്ധാത്മാവിൽ നിന്ന് ചില കാര്യങ്ങൾ, സഭാപ്രവർത്തനങ്ങളോ മറ്റു പല കാര്യങ്ങളൊക്കെയും ആരംഭിക്കാറുണ്ട്. പക്ഷേ പിന്നെ നിരന്തരമായി ദൈവാത്മാവിൽ തന്നെ ഏത് ആത്മാവ് അവർക്കത് ആരംഭിക്കുവാൻ നിർദ്ദേശം കൊടുത്തുവോ അതിൻ പ്രകാരം അവർ സൂക്ഷ്മതയോടെ മുന്നേറാത്തത് കൊണ്ട് ജഡം കയറി വരികയും പിന്നെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ടു എന്ന് പറഞ്ഞിട്ടൊരു സ്നാനം സ്വീകരിച്ചു, അതൊക്കെ പറയുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഈ ജഡപ്രകാരം പോകാതെ ഇരിക്കണം എങ്കിലേ ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് ആത്മാവ് കൊണ്ട് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കൂ. അടുത്ത വാക്യം വായിക്കാം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ഇതാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ. അവൻ ഈ ജഡത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് തിരിയുന്നുവെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അവൻ ആരാധനയ്ക്ക് പോകുന്നുണ്ടാകാം, വിശ്വാസി എന്ന ലേബലുണ്ടായിരിക്കാം, പക്ഷേ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് അവൻ ചെയ്യുന്നതെങ്കിൽ ദൈവപ്രസാദം അവനിൽ ഇല്ല. അടുത്ത വാക്യം വായിക്കാം. ഫിലിപ്പിയർ 3-ാം അധ്യായം 3-ാം വാക്യം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. ഇപ്പോൾ പുതിയ നിയമ ക്രിസ്ത്യാനികൾക്ക് 3 യോഗ്യതകൾ പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. 2, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും. 3, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുക. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഇതാണ് 3ാമത്തെ കാര്യം. ഒന്ന്, ഈ പുതിയ നിയമവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പരിശുദ്ധാത്മാവിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്, സ്വന്തം ജഡത്തിൻ്റെ ശക്തിയിലല്ല. ശരീരവും ആരാധനയിൽ സഹകരിക്കേണ്ടത് ആവശ്യമാണ്. കൈയടിക്കാനും പാട്ടുപാടാനും നമ്മുടെ ശരീരം അവൈലബിൾ ആകണം. അല്ലാതെ ഞാനൊന്നും മിണ്ടില്ല എന്ന് പറഞ്ഞിരിക്കാനല്ല. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഉച്ചത്തിൽ പാടണം, ഉച്ചത്തിൽ സ്തുതിക്കണം. നമ്മുടെ ശരീരം കൊണ്ട് ഏതൊക്കെ രീതിയിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്താമോ അതൊക്കെ ചെയ്യാം. എന്നാൽ അതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ടാണ്. മറ്റൊന്ന്, നാം പ്രശംസിക്കുന്നത് ഇനി ജഡത്തിലല്ല, ക്രിസ്തു യേശുവിലാണ്. ഈ പഴയ നിയമത്തിലെ അവർ പലപ്പോഴും ജഡത്തിലാണ് യഹൂദന്മാർ പ്രശംസിച്ചത്. കാരണം അവർക്ക് മറ്റു
ജാതികൾക്കില്ലാത്ത പരിച്ഛേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തോന്നി ഞങ്ങളെല്ലാവരും മറ്റുള്ളവരെക്കാൾ വളരെ വിശേഷതയുള്ളവരാണ്, ഞങ്ങൾക്ക് ന്യായപ്രമാണം കിട്ടി, തന്നെയല്ല ഞങ്ങളുടെ ശരീരവും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്, പരിച്ഛേദനയുണ്ട്. അങ്ങനെ അവർ അവരുടെ ജഡത്തിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ പുതിയ നിയമത്തിൽ ജഡത്തിൽ ആശ്രയിക്കുന്നില്ല, നമ്മുടെ പാരമ്പര്യത്തിൽ ആശ്രയിക്കുന്നില്ല, നമ്മൾ ദൈവത്തിലാണ് പ്രശംസിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷണം ഇതാണ്. നേരത്തെ നമ്മൾ വായിച്ചു കേട്ട 3 കാര്യം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യാനി എന്ന് പറയാൻ യോഗ്യതയുള്ളൂ. അതല്ലാതെ നാം നമ്മുടെ ജഡത്തിൻ്റെ ശക്തിയിലും നമ്മുടെ പാരമ്പര്യത്തിലും ഞാൻ ആരാണ് എന്നുള്ള അഹങ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ന്യായപ്രമാണ കാലത്തെ ഒരു യഹൂദന് തുല്യമായിട്ട് നമ്മൾ ജീവിക്കുന്നു. വീണ്ടും 1 എഫേസ്യർ 6:13. അല്ല, ഗലാത്യരാണ്. വായിച്ചോ, ഗലാത്യരാണ്. പരിച്ഛേദന 6:13. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണം എന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ. അടുത്ത വാക്യം കൂടി വായിച്ചു. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ പുതിയ നിയമവിശ്വാസത്തിലേക്ക് വന്ന ഈ ഗലാത്യരോട് ചിലരൊക്കെ പറഞ്ഞു, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. എന്തിനു വേണ്ടിയാണ്? അവരുടെ ജഡത്തിൽ പ്രശംസിക്കാൻ വേണ്ടിയാണ്. പൗലോസ് പറയുന്നത്, ഞാൻ പരിച്ഛേദനയിൽ അങ്ങനെ ജഡത്തിലൊന്നും പ്രശംസിക്കുന്നില്ല, എനിക്ക് ഇനി ഒറ്റ പ്രശംസ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. നമ്മൾ ഇപ്രകാരം തന്നെയായിരിക്കണം. നമ്മുടെ പാരമ്പര്യത്തിലോ നമുക്കുള്ള ഈ ഭൗതികമായ ഒരു കാര്യത്തിലും പ്രശംസിക്കരുത്. ഒരേ ഒരു പ്രശംസ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെ അപമാനിച്ചാലും നമ്മളെ നിന്ദിച്ചാലും നമ്മളെ പുച്ഛിച്ചാലും നഷ്ടം നമുക്ക് വരുത്തിയാലും നമുക്ക് ഖേദമില്ല. കാരണം നമ്മുടെ ഒറ്റ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പ്രശംസ മാത്രമാണ്. ഇതാണ് യഥാർത്ഥ അല്ലാത്ത ക്രിസ്ത്യാനികളൊക്കെ, ജഡീകരായി ജീവിക്കുന്ന ക്രിസ്ത്യാനികളൊക്കെ പെട്ടെന്ന് കുപിതരാകും, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അവർ പെട്ടെന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം അവർ പ്രശംസിക്കുന്നത് അവരുടെ ജഡത്തിൻ്റെ പല കഴിവുകളിലാണ്. അപ്പോൾ അവരുടെ ജഡത്തെ ആരെങ്കിലും കുത്തി നോവിച്ചാൽ ഇവർക്ക് സഹിക്കില്ല. അവരുടെ അഹങ്കാരം, അവരുടെ മറ്റേതെങ്കിലും സ്വാർത്ഥത, അവരുടെ കപടഭക്തി, അവരുടെ മറ്റ് രഹസ്യഭാവങ്ങൾ, അതിനാരെങ്കിലും ചൂണ്ടി സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു രീതിയിലും നാം ജഡപ്രകാരം പോരാടരുത്. നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് ആത്മീയരായിട്ട് തന്നെ ജീവിക്കണം. ഫിലിപ്പിയ ലേഖനം 3:3-4 വാക്യങ്ങൾ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. ഇപ്പോൾ അപ്പസ്തലനായ പൗലോസിന് ജഡത്തിൽ ആശ്രയിക്കുവാൻ മറ്റാരേക്കാളും കൂടുതൽ വകയുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ താൻ ഉദ്ദേശിക്കുന്നത്? താൻ യഹൂദ മതപാരമ്പര്യത്തിൽ വളരെ തീഷ്ണതയുള്ളവനാണ്, ന്യായപ്രമാണം നന്നായിട്ടറിയാം, എല്ലാ ആചാരാനുഷ്ഠാനങ്ങളൊക്കെയും ചെയ്തു. ആ രീതി ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനമൊക്കെ പഠിച്ചവനാണ്. എന്നാൽ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ തൻ്റെ ആ പാരമ്പര്യത്തിലുള്ള യാതൊരു അഭിമാനവും ഇല്ല. അങ്ങനെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചുള്ള ഭക്തിയുടെ ഒരു അഭിമാന ബോധം ഉണ്ടെങ്കിൽ ഒരു ആത്മീയനായി തീരുവാൻ സാധിക്കുകയില്ല. പലർക്കും അതാ, ഞങ്ങൾ വലിയ പാരമ്പര്യമാണ്, ഞങ്ങളുടെ അപ്പനൊക്കെ ഭയങ്കര ഭക്തന്മാരായിരുന്നു,